നമസ്കാരം. കാടില്ലെങ്കിൽ ജലമില്ല, ജീവനില്ല. 100% സംരക്ഷിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ഇന്ന് കാട് നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. സെന്ന പോലുള്ള, അതേപോലെ ലങ്കാന, കമ്മ്യൂണിസ്റ്റ് പച്ച, ഇതുപോലുള്ള അധിനിവേശ സസ്യങ്ങൾ ഈ കാട് കീഴടക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നെർഫ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ അത് പിഴുത് മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് ഇന്ന് ഇത് ഇരുളം ഫോറസ്റ്റിൻ്റെ ഡിവിഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്തൊക്കെ തന്നെ ഇത് വളരെ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് ഈ കാടിൻ്റെ സ്വാഭാവിക വനത്തെ വളരെയധികം ദോഷം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നൊരു പ്രവൃത്തി, മാസത്തിലൊരിക്കലെങ്കിലും നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ഒരു പ്രവൃത്തിയിൽ ഞങ്ങൾ ഇന്ന് ഏർപ്പെടുകയാണ് നെർഫിൻ്റെ നേതൃത്വത്തിൽ. സുധീർ ഷൊർണൂർ, സൽമാൻ അൻസാർ കുറ്റിയാടി. കടുവേൻ്റെ കാലടി ഇത് ഇപ്പോൾ പോയതാട്ടോ. എന്നാൽ ഇന്ന് രാവിലത്തെ എൻ്റെ ഗ്ലൗസില്ലാത്തതുകൊണ്ട് നമുക്ക് ഇത്ര പണിയൊന്നുമില്ലേ. ഇപ്പോഴാണ് കെട്ട് റെഡിയായത്. ആ പോട്ടെ സലിമാൻകാ വിളിച്ചോളി. ആ പോട്ടെ. അത് പൊട്ടി. സാറേ ഇതിപ്പോൾ ഈ ഒരു ലങ്കാന എന്ന് പറഞ്ഞ ആ സസ്യം ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ട്രൈ ആയി കിടക്കുന്നത് അല്ലേ? മണ്ണില് എന്താ താഴേക്ക് വേറെ ചെടി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മാന്യോ അല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അവിടേക്ക് ഉണ്ടോ? അത് നിങ്ങൾ 1.5 മാസം മുമ്പ് പറിച്ചതാണ് അവിടെ. ഇതുകൊണ്ട് ഇവിടെ നന്നായിട്ട് പുല്ല് മുളച്ചു പൊങ്ങി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഇതാണ്. അത് പിടിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നീട് കണ്ടോ അതേപോലെ നിറയെ പുല്ലായി കേട്ടോ. കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു 2-3 വർഷം ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഗ്യാസ് ലാൻഡായി മാറും. പിന്നീട് കംപ്ലീറ്റ് നല്ല ഗ്യാസ് ലാൻഡ് ആവും. അപ്പോൾ മൃഗങ്ങൾക്ക് എല്ലാം ഇവിടെ നിൽക്കാൻ പറ്റും. വെള്ളം കിട്ടും. വയൽ പ്രദേശം നമ്മൾ ക്ലീൻ ആക്കുന്നത്. വെള്ളത്തിൻ്റെ പ്രശ്നം വരില്ല. പിന്നെ ഈ അധിനിവേശ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കെമിക്കലി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടാകും മണ്ണിൽ. ഒന്നുമില്ലാതെ നല്ല തനത് പച്ചപ്പുല്ലുണ്ടാവും. മൃഗങ്ങൾ വീണ്ടും വന്നു തുടങ്ങും. അങ്ങനെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടയാളങ്ങളാണ് മാനും അതേപോലെ ആനകളൊക്കെ വീണ്ടും വന്നു തുടങ്ങി അല്ലേ? ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. അധിനിവേശ സസ്യങ്ങൾ പിഴുതു മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ റിസൾട്ടാണ് കേട്ടോ അത്. കണ്ട ഈ മുളന്തൈ ഇതുപോലെ ഒരുപാട് എണ്ണ ഇപ്പോൾ വിളിച്ചത് വന്നിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തഴച്ച് വളരും. ഇതൊരു ഡേഞ്ചറസ് ഏരിയയിലാണ് ആദർശ ഇന്നത്തെ ക്യാമ്പ് നടത്തുന്നത് അല്ലേ? കാരണം ആന കണ്ടമാനമുണ്ട്. വെള്ളം കുടിക്കാൻ പറ്റുന്ന ഏരിയ. പിന്നെ കടുവയുടെ പത്മാർക്കൊക്കെ ഇന്ന് രാവിലെ ഒക്കെ ഉണ്ടായ പത്മാർക്കുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഏതാണ്ടോ ആ വെള്ളം കലങ്ങി കിടക്കുന്നത്. ഇതിപ്പോൾ ആന കയറിയ ആന ചവിട്ടിയ പാടാണ്. ഒരു ഏകദേശം മണിക്കൂറുകളായിട്ടുള്ളത് കൂടെ പോയിട്ട്. ഇതേപോലെ വേരോടെ പിഴുതെടുക്കുന്നൊരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 10-40ഓളം ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ ഇവിടെ ഈ ഒരു പ്രവൃത്തിയിൽ നെർഫിൻ്റെ നേതൃത്വത്തിൽ ചെയ്യും. അതുപോലെ തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ് ഞങ്ങൾ ഇന്നുള്ളത്. അടുത്തായിട്ട് ഇത് മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ളൊരു പ്രദേശമാണ്. ഈ പ്രദേശത്തൊക്കെ തന്നെ ഈ ലങ്കാന എന്ന് പറഞ്ഞ ഈ ഒരു ചെടി വളരെ ധാരാളമായിട്ട് വളർന്നു നിൽക്കുകയാണ്. സാർ ഇതുപോലെ ഇതിൻ്റെ മുമ്പ് ഇവിടെ ഒരു പ്രവൃത്തി നടന്നതല്ലേ ഈ ഒരു പ്രദേശത്ത് തന്നെ? എത്ര മാസം മുമ്പ്? 1.5 മാസം. അതുകൊണ്ട് ഏകദേശം ഒരു ഭാഗം ക്ലീനായി വന്നു. ഇനി ബാക്കി ഭാഗത്തോടെ നമുക്ക് ഇതേപോലെ ഗ്രാസ് ലാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഓക്കെ. പക്ഷേ ഇതിനിപ്പോൾ ഇങ്ങനെ അല്ലാതെ വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ അത് പോക്കാൻ? ഇപ്പോൾ ധാരാളം ഇങ്ങനെ വളർന്നുകൊണ്ട് വരല്ലേ? ഇതൊരു മാർഗ്ഗം. ഇത് മാർഗ്ഗമുള്ളൂ. വേറെ ഈ കളനാശിനി നമുക്ക് കാട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല. മറ്റ് മെഷറികളൊന്നും പറ്റില്ല. പക്ഷേ സെന്നയ്ക്ക് അങ്ങനെ ഉപയോഗിക്കണ്ടല്ലോ. സെന്നയ്ക്ക് മറ്റേ
ഇങ്ങനെ പ്ലക്ക് ചെയ്യുന്ന അത് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കാം. പക്ഷെ ഇത് അതിൽ കിട്ടില്ല. ഇത് ഈ കാടിൻ്റെ ഈ മറ്റ് കാടിൻ്റെ ഉള്ളിലായി പോയതുകൊണ്ട് അതാണ് കുറച്ചുകൂടി റിസ്ക് ഇത് പറിച്ചെടുക്കാൻ. പല സ്ഥലത്തും നമ്മൾ കാട് വെട്ടുക ചെയ്യുന്നത്, വെട്ടിയിട്ട് കാര്യമല്ല, ഇത് വേരോടെ പിഴുതു മാറ്റുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണത എത്തുന്നത്. ഓക്കെ. ഇതിൻ്റെ കീഴിൽ സിവിൽ ഡിഫൻസ് എന്നൊരു സന്നദ്ധസേന ഉണ്ട്. 5 വർഷത്തോളമായി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഇത്രയും കാലത്തൊരു വർക്കിന് കേന്ദ്ര സർക്കാരിൻ്റെ DG ഡിസ്ക് ഒരു മെഡലുണ്ട്. അത് ഇപ്രാവശ്യം മലപ്പുറം ജില്ലയിൽ 4 കിട്ടിയിട്ടുണ്ട്. അതിൽ 1 എനിക്കാണ്. മൊത്തം 8 പേർക്ക് എന്താണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതിൽ 4 കേരളത്തിൽ 8 ആകെ ഇഷ്യൂ ചെയ്ത്. അതിൽ 4 മലപ്പുറം ജില്ലയിലാണ്. അതിൽ 1 എനിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഏകദേശം ആ കാണുന്ന ഭാഗം തുടങ്ങിയിട്ട് നമ്മൾ ഈ കൊങ്ങിണി പറിച്ചത് ഈ ഏരിയ ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ അതേ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തുള്ളതൊക്കെ പറിച്ച് നമ്മളിത് ആ ഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ നല്ല പച്ച പുല്ല് മുളയ്ക്കും. മൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നു, ആളുകളെ കൊല്ലുന്നു, കൃഷി നശിപ്പിക്കുന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ എത്ര വർഷമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഈ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നറിയോ? അവർക്ക് കാട്ടിലെ ഭക്ഷണം നഷ്ടപ്പെടുക, അവർക്ക് തീറ്റ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇത് കാട്ടിലേക്ക് വരുന്നത്. അതിനൊരു കാരണമുണ്ട്. കാട്ടിലുള്ള ചില അധിനിവേശ സസ്യങ്ങളാണ് അതിന് കാരണം. അതിൽ ലങ്കാന, അതായത് നമ്മൾ അരിപ്പൂ എന്ന് പറയും, കൊങ്ങിണി എന്ന് പറയും, അതുപോലെ സെന്ന, അങ്ങനെയുള്ള ചെടികൾ അത് തഴച്ച് വളരുകയാണ്. അപ്പോൾ അത് തഴച്ച് വളരുന്നിടത്ത് ഈ മറ്റുള്ള പുൽമേടുകളൊന്നും ഉണ്ടാവില്ല. ഈ സാധനങ്ങൾ മൊത്തം പോയി കഴിഞ്ഞാൽ ഇതിന് മുരട്ട് 2 മുളൻ്റെ ഇതുണ്ട്. 2 മുളൻ്റെ തൈയുണ്ട്. അതിപ്പോൾ ഈ മരം കാരണമാണ്. പോയി കഴിഞ്ഞാൽ ഉഷാറായിട്ട് പോകും. അത് നന്നായി വരും. അപ്പോൾ ആനക്കും മാനിനൊക്കെ ഭക്ഷണം പോയി. പറയാൻ പറ്റൂല. പക്ഷെ നമ്മളൊരു ഭാഗത്തേക്ക് കൂട്ടിയിട്ടാണ്. ഇത് ഇവിടേക്ക് കൂട്ടിയിട്ടുണ്ട്. ഇതാ വേറൊരു സ്ഥലത്ത് അവിടെ. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇതേ കൂട്ടിയിട്ടാണ്. അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിൽ നമ്മളെല്ലാം കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ പ്രവർത്തനം എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുറേ ഭാഗങ്ങൾ, വയൽ പ്രദേശങ്ങൾ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന തരത്തിലായിരുന്നു. ഇനിയും നിങ്ങളുടെ സേവനം നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ ഇനിയും വരണം. ഓക്കെ. അജീഷ് പറഞ്ഞ പോലെ അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് അടുത്തൊരു വയലിലേക്ക് പോകാം, അല്ലെങ്കിൽ ഒരു കുളം വൃത്തിയാക്കാം, നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. വീണ്ടും നിങ്ങളുടെ സേവനം ലഭ്യമാട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 2 ദിവസമായിട്ട് നെർഫിൻ്റെ നേതൃത്വത്തിൽ ഇരുളം ഫോറസ്റ്റ് ഡിവിഷനിൽ നടത്തിയിട്ടുള്ള സേവാപ്രവർത്തനം ഇന്ന് വൈൻഡപ്പ് ആവുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു നല്ല അനുഭവമായിരുന്നു. കാരണം ഉൾക്കാട്ടിലായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനം. ഞങ്ങളുടെ കോർഡിനേറ്റർ. അപ്പോൾ എന്തായാലും നല്ലൊരു അനുഭവം അല്ലേ? അപ്പോൾ തീർച്ചയായും എനിക്ക് പറയാനുള്ളത് നെർഫിലേക്ക് അംഗങ്ങളാവുക. ഇനി അടുത്ത 2 മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടെ തന്നെ ഒരു ക്യാമ്പ് വയ്ക്കും. നമ്മൾ ഇന്ന് നടത്തിയിട്ടുള്ള ഇതിൻ്റെ റിസൾട്ടുകൾ ഒന്ന് അറിയാനും പുതിയ പ്രവർത്തനങ്ങൾ കയറ്റി. അപ്പോൾ നെർഫിൻ്റെ പുതിയൊരു കിടിലം വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.